ഈ ലോൺ ആപ്പിൽ ഒരു പക്ഷേ ഈ മാമിൻ്റെ അവനറിയാവുന്ന ഒരാളുടെ നമ്പറായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, റെഫറൻസ് ആയിട്ട് വെക്കാനായിട്ട്. ഒന്നോ രണ്ടോ ആളുടെ പേര് ചോദിക്കും, പേരും ഫോൺ നമ്പരും. അപ്പോൾ ടീച്ചറിൻ്റെ മാമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ. അത് ചിലപ്പോൾ അവരറിയാതെ ആയിരിക്കാം ചിലപ്പോൾ അവൻ ക്യാഷ്വലായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഈ മാമിന് കോള് വരുമെന്നോ അതൊന്നും ചിലപ്പോൾ അവൻ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇനി അതല്ല, ഈ ഒരു പക്ഷേ മാമിലേക്ക് അങ്ങനെ ഒരു ഭീഷണി കോള് വന്നാലും അറ്റ്ലീസ്റ്റ് അത് ഇതിനോട് അറിയിച്ചിട്ട് അത് നമ്മുടെ പാരൻസിനെ അറിയിക്കേണ്ട ഒരു മര്യാദ ടീച്ചറിനുണ്ടായിരുന്നു. കാരണം ഈ ടീച്ചറിനെ കുറിച്ചാണ് എപ്പോഴും അവൻ പറയാറ്, നല്ല ടീച്ചറാണ്, അവൻ്റെ പഠിത്ത കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നീ എന്തൊക്കെ പഠിക്കണം, നോട്ട്സൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അയച്ചു കൊടുക്കുമായിരുന്നു. അവൻ ഒരു സമയത്ത് അവിടെ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മുമ്പത്തെ ഈ ഹണി ട്രാപ്പ് വിഷയങ്ങളുണ്ടല്ലോ, അത് ആ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന്. അന്ന് ഞങ്ങൾ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞത് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമ്മൾ നാട്ടിൽ വന്നതാണ്. പക്ഷെ അവന് തിരിച്ച് പോകാനൊന്നും താല്പര്യമില്ലായിരുന്നു. അവൻ അവിടെ നിന്ന് നിൽക്കുമ്പോഴേ ഈ ക്ലാസ് ഇനിയുടെ എനിക്ക് പഠിക്കണ്ട, ഈ കോളേജ് വേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ആ സമയത്ത് അവന്. കാരണം സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ അവന് പ്രഷർ കിട്ടിക്കൊണ്ടിരുന്നത്. അവൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾക്ക് അവർ ഫോഴ്സ് ചെയ്ത് അവൻ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ്. അതെനിക്ക് ആ മീറ്റിങ്ങിലിരിക്കുമ്പോൾ എനിക്ക് തന്നെ ബോധ്യമായി. പക്ഷേ ഞാനും അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിപ്പോയി. കാരണം 10-12 പേരടങ്ങുന്ന ആ ബെഞ്ചിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ലൈഫാണ് സ്പോയിലാവുന്നത്. കാരണം 4 വർഷം ഇനിയും പഠിക്കാനുള്ളതാണ്. ശരി, എങ്ങനെയെങ്കിലും ഇതൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സത്യവാങ് എഴുതി കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ മനസ്സിലും അത് ഞങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റും റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അവൻ ചെയ്തിട്ടില്ല. അവൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. അവനെ റാഗ് ചെയ്തേക്കുന്നത് ഒന്നുകിൽ അവൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളോ അല്ലെങ്കിൽ സീനിയർ വിദ്യാർത്ഥികളോ ആയിരിക്കണം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് സീനിയർ വിദ്യാർത്ഥികൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു.